ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഭിഷാൻ ജയവിന്ദ് തിരക്കഥ സംവിധാനം ചെയ്ത് ശശികുമാർ, സിമ്രൻ, മിഥുൻ ജയശങ്കർ അഥവാ ആവേശത്തിലെ വിപിൻ, കമലേഷ്, യോഗി ബാബു, MS ഭാസ്കർ സർ, ഭഗവതി പെരുമാൾ, രമേശ് തിലക് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് 2 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് 2025 മെയ് 1 റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ടൂറിസ്റ്റ് ഫാമിലി. தம்பி கியூட்டா இருக்கானே, பேர் என்னப்பா? അയ്യോ സാറേ, എൻ്റെ പേര് ജോസഫ് കുരുവില്ല. ഇതാണ് എൻ്റെ നാട്. ഞാനിവിടെ ചെറിയ ബേക്കറി മുള്ളി സാർ. സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ശശികുമാറിന്റെ ഫാമിലി, അതായത് സിമ്രനും 2 മക്കളും ചേരുന്ന ഒരു ഫാമിലി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് റെഫ്യൂജീസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ, അവർക്ക് ഫിനാൻഷ്യലി വലുതായിട്ടൊന്നും നേടാനൊന്നും പറ്റുന്നില്ല. അപ്പം ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഒരു പുതുതായിട്ട് ഒരു ഫാമിലി സെറ്റപ്പ് ചെയ്യാം, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാം എന്നൊരു തോട്ടിൽ അവർ വരികയാണ്. അപ്പോൾ സിമ്രന്റെ ബ്രദറായിട്ടാണ് യോഗി ബാബു ചെയ്യുന്ന ദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ദാസ് ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ ഇതുപോലെ കടന്നു വന്നിട്ട് ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയിട്ടാണ് യോഗി ബാബു ഇവിടെ ജീവിക്കുന്നത്, ചെന്നൈയിൽ. അപ്പോൾ യോഗി ബാബു നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ഫാമിലി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നത്. അവര് ഇന്ത്യയിലോട്ട് വന്നിട്ട് ചെന്നൈയിൽ നിന്നിട്ട് അവർ നന്നായിട്ട് എങ്ങനെ അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ ഇടയിൽ റെഫ്യൂജീസ് ആണ്, നിങ്ങൾക്ക് അറിയാലോ, ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് വന്ന ഈ ഒരു ഫാമിലിക്ക് തിരിച്ചു പോകേണ്ടി വരുമോ, അവർക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, കേസാവോ ജയിലിലാവോ തൂക്കിക്കൊല്ലോ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് വെച്ചാൽ. ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ റിവ്യൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഭീര പടമാണ്, മസ്റ്റ് വാച്ച് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ OTT കാണാൻ പറ്റും. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. മലയാളം, തമിഴാണ്, ബേസിക്കലി തമിഴ് സിനിമയാണ്. മലയാളം, ഹിന്ദി, തെലുഗു, കന്നഡ എന്നീ ഭാഷകളിൽ ഇത് അവൈലബിൾ ആണ്. ഈ സിനിമ നിങ്ങൾ കാണാനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ടീസർ, അതായത് പോസ്റ്റർ ടീസർ എന്ന പേരിൽ അവർ യൂട്യൂബിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേനും കിട്ടും. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു സിനിമ കാണുന്നത് ഇനി കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അതായത് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു ഇന്ത്യയിലോട്ട് വന്നെത്തി എന്ന് പറയുന്ന അവിടെ തൊട്ടിട്ടുള്ള ഒരു പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അവരുടെ ബാഗ് പാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. അത് ഒരു ടീസറിലാണ്, ഒരു ടീസർ വീഡിയോയ്ക്കകത്താണുള്ളത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയും കണ്ടു പോകാം എന്നുള്ളതാണ്. വേറെ പേര് എടുത്ത് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ കാണുന്ന വലിയൊരു ഓപ്ഷനാണ് എന്ന് ഞാൻ പറയില്ല. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അത് കുറേ കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ എങ്ങനെയാണ് പോകുന്നത്, ഏത് രീതിയിലായിരിക്കും പോകുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു സിനിമയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാന്നുള്ളതാണ്. ഒരു ഗംഭീര കഥ എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നും ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ഫീൽ ഗുഡ് ഒരു സിനിമ എന്നതിൻ്റെ അപ്പുറം വലിയൊരു സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ ട്രെയിലറും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻജോയ്മെൻറ്റ് അത്രയ്ക്ക് കുറച്ചുകൂടി ഒന്ന് കുറയും എന്നുള്ളതാണ് എൻ്റെ കാരണം. ഈ സിനിമ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ കുറച്ചു നേരം ഭയങ്കര രസമാണ് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എസ്പെഷ്യലി ശശികുമാറിൻ്റെ ഇളയ മോനായിട്ട് അഭിനയിക്കുന്ന കമലേഷിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഭയങ്കര രസമാണ് ആ ഒരു പയ്യൻ്റെ അഭിനയവും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ. അവനാണ് ബേസിക്കലി ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോമഡി എന്ന് പറയുന്ന സാധനം കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഗംഭീരമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ക്യാരക്ടർ എന്താണ്, ആ ഒരു ഫാമിലി എന്താണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പയ്യൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ റോളും അഭിനയവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് ഒരു 15-20 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു സെറ്റിങ്ങിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്താണ് എന്നൊക്കെയുള്ള ഒരു പ്ലോട്ട് സെറ്റിംഗ് അവിടെ തന്നെ നടന്നു കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എൻഗേജ്മെൻറ്റ്, ആ ഒരു രസം, ആ ഒരു ഫണ്ണെന്ന് പറഞ്ഞ കാര്യം ഗ്രാജുവലി അത് കുറയുന്നതായിട്ടാണ് നമുക്കൊരു സിനിമയിൽ കാണാൻ പറ്റുക. സ്റ്റാർട്ടിങ് ഗംഭീരമായിരുന്നെങ്കിൽ ഒരു ഹാഫൊക്കെ ആകുമ്പോഴത്തേനും അത് ഓൾമോസ്റ്റ് അത് കുറച്ചൊന്ന് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. ക്ലൈമാക്സ് എത്തുമ്പോഴത്തേനും ഒട്ടും സാറ്റിസ്ഫൈഡ് ആകാത്ത, ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നത്. ഈ സിനിമയിൽ ഒരുവിധം എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ശശികുമാർ സാർ ആണെങ്കിലും സിമ്രൻ മാം ആണെങ്കിലും നമ്മുടെ 2 പിള്ളേരും, ഇതിനും നമ്മുടെ കോമഡി പറയുന്ന പയ്യനാണെങ്കിലും എല്ലാവരും തന്നെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താണോ അവർക്ക് ചെയ്യാനുള്ളത് അവരത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന്റെ ചെറിയ പ്രശ്നങ്ങളും സ്ക്രീൻ പ്ലേ കാരണം ആ ഒരു ബിലീവബിൾ ഫാക്ടർ വലുതായിട്ട് വർക്ക്ഔട്ട് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഭഗവതി പെരുമാൾ സാറിന്റെയും അതുമാതിരി തന്നെ ശശികുമാർ സാറിന്റെ സ്റ്റാർട്ടിങ്ങിലെ ചെറിയ കോൺവെർസേഷൻസും പരിപാടികളൊക്കെ ഉണ്ട്. ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒരു പരിപാടിയുണ്ട്, ഒരു ഫാമിലീസ് ഒക്കെ ആയിട്ടുള്ള, അതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അവരുടെ ഒരു കോമ്പിനേഷൻ, എല്ലാവരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഒരു കെമിസ്ട്രി, അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂഷ്വലി യോഗി ബാബുവിന്റെ ഒരു ക്യാരക്ടർ മിക്ക സിനിമകളിലും കുറച്ചൊരു എക്സാജറേറ്റഡ് ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറില്ല. അത്ര റിയലിസ്റ്റിക് എന്നുള്ള ഒരു രീതിയിലൊരു ഒരു പെർഫോമൻസ് നമുക്ക് യൂഷ്വലി കാണാൻ കിട്ടാറില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ യോഗി ബാബുവിന്റെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരുപാട് ഒരു ഓവർ ദ ടോപ്പ് എന്നുള്ള പരിപാടി അല്ലാതെ
ആവശ്യത്തിന് കോമഡിയൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ഒരു മാനറിസംസ് ഒക്കെ കൊണ്ടുവന്ന് വളരെ നീറ്റായിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡയറക്ടർ, അതായത് അഭിഷാൻ ജീവന്ത് തന്നെ ഇതിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ചെറിയൊരു ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, കുറച്ചൊരു പോർഷൻ ഉണ്ട്. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതിനെ കൺവിൻസിങ് ഒരു രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഉദ്ദേശിച്ച എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷെ ആ ഒരു ഇമോഷൻ ഇങ്ങോട്ട് കിട്ടുന്നില്ല. കുറച്ചും ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് കുറച്ചും കൂടി കൺവിൻസിങ് ഒരു രീതിയിൽ അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്കത് കുറച്ചും കൂടി അത് ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് അതോട് കണക്ട് ആകും. ഇതൊന്നും കണക്ട് ആവാതെ അത് വന്നു എന്നുള്ള തോട്ട് വാസ് റിയലി ഗുഡ്, പക്ഷെ എക്സിക്യൂഷൻ അത്രയും നന്നായിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ നിങ്ങൾക്ക് ലോജിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം മിക്ക സ്ഥലങ്ങളിലൊന്നും പറയുന്നത്, എന്നാലും ചില സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിരിക്കും. ഓരോ കാര്യങ്ങൾ നടക്കുമ്പം നേരത്തെ പറഞ്ഞല്ലോ, റെഫ്യൂജി എന്ന് പറയുന്നവര് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് മാറാനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് എഫേർട്ട്, അതിന്റെ ഒരു സീരിയസ്നെസ് മുതലായ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ കാണില്ല. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാം എന്നുള്ളൊരു തോട്ടിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ കൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഒന്നും അവർ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കാരണം തന്നെ ഇതിന്റെ ബിലീവബിൾ ഫാക്ടേഴ്സ് കുറെ കുറവാണ്. ലോജിക്കൽ സെൻസിൽ ഇത് എങ്ങനെ ഇവിടെ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇത് കിട്ടുക എന്നൊക്കെയുള്ള ഈ ജോലിയാണെങ്കിലും ശരി, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതൊന്നും അതുപോലെ തന്നെ ഒരു മെയിൻ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ അവർ കാണിക്കുന്നതിൽ തന്നെ ഒട്ടും ഇന്ന കാര്യം ചെയ്താൽ പോരായിരുന്നു, ഇങ്ങനെ കറങ്ങി മൂക്കുടിക്കേണ്ട ആവശ്യം എന്താന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലത്തെ എലമെന്റ്സ് ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് അറിയാതെ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചു പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ടത്തരലേക്ക് കാണിക്കുന്നതെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ സിനിമ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുമാതിരി തന്നെ ഈ ഒരു സിനിമയിൽ ആവശ്യമില്ലാതെ കുറെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സീൻസ്, അതുപോലെ തന്നെ കുറച്ച് ഇവന്റ്സ് ഒക്കെ അവർ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എടുത്തിട്ട മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന് തമ്മിലൊരു കണക്ഷൻ ഇല്ല. ചില സ്ഥലങ്ങളിൽ ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിൽ കുറെ സീൻസും ബാക്കി കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവർ നോക്കുന്നുണ്ടെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥ, വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറയാം. ഇതിന്റെ ബേസ് സ്റ്റോറി കൊള്ളാമെങ്കിലും അതിന്റെ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഇവന്റ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി കണക്ഷൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഗംഭീര സിനിമ എന്ന് പറയാൻ പറ്റുന്ന എല്ലാ എലമെന്റ്സ് ഉള്ളൊരു സിനിമ, പക്ഷെ നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ക്ലൈമാക്സ് തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പരിപാടി ഒരുപാട് വരെ വെച്ചിട്ട് ഒരുപാട് നന്മയൊക്കെ വാരി വെതറി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. അത് കുറച്ചും കൂടിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് എന്നുള്ള രീതിയിൽ കുറച്ച് സെന്റിമെന്റ് ഒക്കെ വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ എടുത്തു വെച്ചിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ ഒരു ജോൺറ, അതായത് ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടറിന്റെ ശ്രമം നമുക്ക് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് കൊണ്ടുവരികയും നീഡഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ എടുത്തു മാറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും മാറ്റിയിരുന്നെങ്കിൽ ഒരു ഗംഭീര പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിൽ ചിലപ്പോൾ ഈ സിനിമ വന്നേനെ. അപ്പോൾ ഓരോ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് എന്തായാലും പറയാൻ പറ്റും. പക്ഷെ ഗംഭീര പടം എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നെറ്റിൽ നോക്കുമ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും നെഗറ്റീവ് പറയുന്ന ഒരു റിവ്യൂ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പേഴ്സണലി എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ഗുഡ് മൂവി, ഒരു ഗംഭീര പടമാണ്, ഇറ്റ്സ് അമേസിംഗ് എന്ന് പറയാനായിട്ട് വലുതായിട്ട് ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ബീജംസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, സിനിമാറ്റോഗ്രഫി പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. ഇതിന്റെ സ്ക്രീൻ പ്ലേ അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഡയലോഗ്സ്, ചില എലമെന്റ്സ്, ചില സീൻസിനൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി അത്രയും നന്നായിട്ട് വന്നില്ല. കൺവിൻസിങ് ഒരു രീതിയിൽ ചില കാര്യങ്ങൾ, ചില സീൻസ് വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുന്നുണ്ടെങ്കിൽ ഫൺ, ഒരു കോമഡി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഫീൽ ഗുഡ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നോക്കുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ ഇത് നല്ലൊരു സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കണം എന്ന് മാത്രം. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സിനിമയെക്കുറിച്ച്? നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ ഇടുക. അതാകുമ്പോഴത്തേനും ഈ ഒരു സിനിമ ആരെങ്കിലും ഇനി കാണാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് കാണണോ കാണണ്ടേ ഈ ഒരു സിനിമ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.